ഒരുപാട് പേർ ആദ്യമായി കണ്ട ആനിമെ സീരീസ് ആയിരിക്കും ഡെത്ത് നോട്ട് എന്നുള്ളത്. എന്തിനു പറയുന്നു, ഞാൻ തന്നെ ആനിമെ കണ്ടു തുടങ്ങിയത് ഡെത്ത് നോട്ടിലൂടെയാണ്. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു സീരീസിനെ എന്തുകൊണ്ടാണ് ആളുകൾ ഫസ്റ്റ് ആനിമെയായി ചൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത്. കൂടുതലൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വളരെയധികം ഡിഫറെൻ്റ് ആയുള്ള ഒരു സ്റ്റോറി കൺസെപ്റ്റാണ് ഈ ഒരു ആനിമെ സീരീസ് പെർസ്യൂ ചെയ്യുന്നത്. സീരീസിൻ്റെ മെയിൻ തീം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. വളരെയധികം പെട്ടെന്ന് തന്നെ പ്ലോട്ടിലേക്ക് കടക്കുന്ന ഒരു സീരീസ് കൂടിയാണ് ഡെത്ത് നോട്ട് എന്നുള്ളത്. ആദ്യ എപ്പിസോഡിൽ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാങ് ഉണ്ട് ഡെത്ത് നോട്ടിൽ, അത് തന്നെ ഈ ഒരു സീരീസിനെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. IMDbയിൽ 9/10 എന്ന റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള ഒരു ആനിമെ സീരീസാണ് ഡെത്ത് നോട്ട് എന്നുള്ളത്. മാത്രമല്ല ഡെത്ത് നോട്ടിനേക്കാളും റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള ആനിമെ സീരീസുകൾ വളരെ ചുരുക്കം മാത്രമാണ്. ഒരു നല്ലൊരു ആനിമെ സീരീസായി മാറാൻ വേണ്ടി 10-200 എപ്പിസോഡോ 7-8 സീസണോ ഒന്നും വേണ്ട എന്ന് ഡെത്ത് നോട്ട് തെളിയിച്ചിട്ടുണ്ട്. വെറും 37 എപ്പിസോഡുകൾ മാത്രമാണ് ഡെത്ത് നോട്ട് എന്നുള്ള ഈ ഒരു സീരീസിൽ അടങ്ങുന്നത്. ഫാൻസിൻ്റെ ഇടയിൽ പോലും വളരെയധികം ഗോട്ടഡ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഡെത്ത് നോട്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 ഈ ഒരു ആനിമെ സീരീസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു സർട്ടൻ പോയിന്റിൽ വെച്ച് നമുക്ക് മനസ്സിലാകും ഇതൊരു സാധാരണ ആനിമെ സീരീസ് അല്ല എന്ന്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും വലിയ ഒരു ആനിമെ സീരീസ് എടുത്ത് നോക്കാം. ഈവൻ അതിപ്പോൾ വൺ പീസോ നറൂട്ടോയോ ബ്ലീച്ചോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരുപാട് സീൻസ് നമുക്കതിൽ പ്രഡിക്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതിപ്പോൾ ഒരു ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, കോൺവെർസേഷൻ സീൻ ആയിക്കോട്ടെ, ഒരുപാട് സീൻ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യും, ഈവൻ ദോ അത് കഥയുടെ ആസ്വാദനത്തിന് ബാധിക്കുന്നില്ല എങ്കിൽ പോലും. ബട്ട് ഈ ഡെത്ത് നോട്ടും ഡെത്ത് നോട്ടിലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒരു പടി മുകളിലാണ് ചിന്തിക്കുന്നത്, എസ്പെഷ്യലി കിര ആൻഡ് എൽ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിലെ സൗണ്ട് ട്രാക്കുകളൊക്കെ. ബ്ലീച്ച് കഴിഞ്ഞ് ഏറ്റവും മികച്ച സൗണ്ട് ട്രാക്കുകളുള്ള സീരീസായിട്ട് ഞാൻ ഡെത്ത് നോട്ടിനെ പറയും. അതും ബ്ലീച്ചിന് 10-300 എപ്പിസോഡ് ഉണ്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ ടോപ്പായത്. വെറും 37 എപ്പിസോഡിൽ തന്നെ ഒരുപാടധികം സൗണ്ട് ട്രാക്കുകൾ ഈ ഒരു സീരീസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ തീമൊക്കെ ഇന്നും ആനിമെ ഫാൻസിൻ്റെ ഇടയിൽ വളരെയധികം പോപ്പുലർ തന്നെയാണ്. കാണും തോറും നമുക്ക് ഈ ഒരു ആനിമെ സീരീസ് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അങ്ങനത്തെ രീതിയിലുള്ള ക്ലിഫ് ഹാങ്ങറുകളിലാണ് ഓരോ എപ്പിസോഡും എൻഡ് ചെയ്യുന്നത്. പ്ലോട്ട് ട്വിസ്റ്റുകളുടെ കാര്യമാണെങ്കിൽ പറയണ്ട, കാരണം ഓരോ ക്യാരക്ടേഴ്സും അവരുടെ പ്ലാന് ഈ ഒരു സീരീസിലൂടെ റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഫീലിംഗ് ആയിരിക്കും ലഭിക്കുക. പിന്നെ ഉണ്ടാകുന്ന ഒരു അൺപോപ്പുലർ ഒപ്പീനിയനാണ്, സീരീസിൻ്റെ ടൈം സ്കിപ്പിന് ശേഷം സീരീസ് കുറച്ച് മോശമായി പോയെന്ന്. എന്നാൽ എനിക്കങ്ങനെ തോന്നിയില്ല. കുറച്ച് പേർക്കൊക്കെ അങ്ങനെ തോന്നിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് അവരുടെ ഒപ്പീനിയനും റെസ്പെക്റ്റ് ചെയ്യണം. ബട്ട് എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഡെത്ത് നോട്ടിൻ്റെ എൻഡിങ്ങും കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. കാരണം ഒരുപാട് പേര് അത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തുവന്നാലും കണ്ടിറങ്ങുമ്പോൾ ഒരു മാസ്റ്റർ പീസ് കണ്ടിറങ്ങിയ ഒരു ഫീലായിരിക്കും നമുക്ക് ലഭിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡെത്ത് നോട്ടിനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ. ഇനിയും ഞാൻ കണ്ട കുറച്ച് മികച്ച ആനിമേസിനെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് നല്ല താല്പര്യമുണ്ട്. എന്തുവന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം. അതുവരെയും ബൈ ബൈ.